അയ്യോ അമ്മ ഇന്നും കോവയ്ക്ക മെഴുക്കുവരട്ടിയാണോ? എന്നും ഇതേ ഉള്ളൂ. ഞാൻ എത്ര തവണ എൻ്റെ അമ്മയോട് ചോദിച്ചൊരു ഡയലോഗാണെന്നറിയാമോ? അങ്ങനെ ഇരിക്കെ അമ്മ എനിക്ക് വേറൊരു റെസിപ്പിയിൽ ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി തന്നേ. അന്ന് തൊട്ട് ഞാൻ സാധാരണഗതിയിൽ നിന്ന് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്കും അത് ഞാൻ ഷെയർ ചെയ്ത് തരാം. വേറെ ഒന്നുമല്ല, നമ്മുടെ കോവയ്ക്ക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതിനകത്തോട്ട് ഉപ്പ് പുരട്ടുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഈ ചൂട് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന കോവയ്ക്ക നന്നായിട്ട് ഇട്ട് ഇളക്കി തത്തിപ്പൊത്തി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. ഇത് വാടി വരുന്ന സമയത്തേക്കാണ് ഇതിനകത്ത് നമ്മൾ ഒരു പൊടിയും ചേർക്കും. വേറെ ഒന്നുമല്ല, നമ്മുടെ സാമ്പാർ മസാലയാണ്. ഈ സാമ്പാർ മസാല അത്യാവശ്യത്തിന്, അതായത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്ക നന്നായിട്ട് പുരണ്ടിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ സാമ്പാർ മസാല അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കും തോറും നമുക്ക് സ്വാദ് കൂടും കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ തിന്നാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അമ്മയോട് പരാതി പറഞ്ഞപ്പോൾ അമ്മ വെച്ച് തന്നതാണ് ഈ ഒരു ഐറ്റം. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.